വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ജൂലൈ 18 നടക്കുന്ന 10th പ്രിലിംസ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇത് 2022 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഇതിലെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ വരുന്ന 80 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നിവിടെ ഉള്ളത്. ഈ എക്സാമിൻ്റെ സിലബസ് അനുസരിച്ച് ഇതിൽ GK കറണ്ട് അഫയേഴ്സ് മാത്സ് ആണുള്ളത്. 10th പ്രിലിംസിന് GK കറണ്ട് അഫയേഴ്സും മാത്സും മാത്രമേ ഉള്ളൂ. 20 മാർക്കിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസും ബാക്കി 80 മാർക്ക് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നിന്നാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഈ ചാനലിൽ സ്റ്റഡി വിൻ PSCയിൽ 10th പ്രിലിംസിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ 5ാമത്തെ ചോദ്യപേപ്പറാണ്. 4 ചോദ്യപേപ്പറുകൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതെല്ലാം നന്നായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഉണ്ടല്ലോ, PSCയുടെ ഫൈനൽ ആൻസർ കീയിൽ അവർ ഓപ്ഷനെ അഭിനവ് ബിന്ദ്ര എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നത് ഞാൻ പഠിച്ചിരിക്കുന്നത് നീരജ് ചോപ്ര എന്നാണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓപ്ഷൻ സി തന്നെ നീരജ് ചോപ്ര എന്നാണ് ഇതിൻ്റെ ഉത്തരം കൊടുക്കുന്നത്. ഞാൻ നോക്കിയപ്പോഴും ഞാൻ സെർച്ച് ചെയ്തപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായത് നീരജ് ചോപ്രയാണെന്നാണ്. ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം അത് നീരജ് ചോപ്രയാണെന്നാണ് എൻ്റെ ഒരു 99% വിശ്വാസം. ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. അപ്പോൾ ഓപ്ഷൻ സി നീരജ് ചോപ്ര. എന്തോ PSCയുടെ ഫൈനൽ ആൻസർ കീയിൽ അവർ ഇതിൽ ഓപ്ഷൻ എ അഭിനവ് ബിന്ദ്ര എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം നീരജ് ചോപ്ര. എൻ്റെ ഒരു 99% ഞാൻ പറയുന്നു ഓപ്ഷൻ സി നീരജ് ചോപ്രയാണ് ഇതിൻ്റെ ഉത്തരം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡൊന്ന് ഞാൻ പറഞ്ഞേക്കാം. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊന്ന് കൺഫേം ചെയ്യണമെങ്കിലേ 53/2022 ആണ്. 53/2022 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡാണ് കേട്ടോ. അതിൻ്റെ ഫൈനൽ ആൻസർ കീ നിങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, എന്താണ് ഇങ്ങനെ PSC ചെയ്യുന്നതെന്ന്. 53/2022 മലയാളം കേട്ടോ. 10th പ്രിലിംസ് എക്സാമിൻ്റെ ചോദ്യപേപ്പറാണേ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ കീ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റെ ആൻസറാണ് കൊടുത്തിരിക്കുന്നത്, നീരജ് ചോപ്ര, ഓപ്ഷൻ സി എ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ ബി 2019. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതെന്നാണ്? 2019. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആര്? ഓപ്ഷൻ ഡി P. വത്സല. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? P. വത്സല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അതായത് 2023, 2024, 2025 വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാക്കളെ ഒന്ന് പ്രത്യേകം പഠിച്ചു വെച്ചോണേ. ഇത് 2022 ചോദ്യപേപ്പർ ആയതുകൊണ്ട് 2021 ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് മെയിനായിട്ടും വേണ്ടത് ഇപ്പോൾ ഈ 2026, 2023, 2024, 2025 എഴുത്തച്ഛൻ പുരസ്കാരങ്ങളാണ് പഠിക്കേണ്ടത് കേട്ടോ, മെയിനായിട്ടും പഠിക്കേണ്ടത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് SK വസന്തനാണ്. SK വസന്തൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് NS മാധവനാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് KG ശങ്കരപിള്ളയ്ക്കാണ്. KG ശങ്കരപിള്ള. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് തൊട്ട് പുറകിലോട്ട് ബാക്കിലോട്ട് പഠിച്ചോണേ. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആർക്കാ? 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപിള്ള. KG ശങ്കരപിള്ള. 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് SK വസന്തന്. അപ്പോൾ ഒന്നുകൂടി പറയാം. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് KG ശങ്കരപിള്ള. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് NS മാധവൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് SK വസന്തൻ. ഓക്കെ, കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? ഓപ്ഷൻ സി 15. കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ
എത്രാമത്തെ നിയമസഭയാണ്? 15ാമത്തെ. അപ്പോൾ ഇപ്പോഴത്തെയോ, അതായത് 2026 നിലവിൽ വന്ന കേരള നിയമസഭ എത്രാമത്തെ ആയിരിക്കും? 2021 15 ആണെങ്കിൽ 2026 എത്രാമത്തെ നിയമസഭയായിരിക്കും? 16ാമത് നിയമസഭ കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ ഇലക്ഷനും മന്ത്രിസഭയൊക്കെ മാറിയല്ലോ, അപ്പോൾ അതുകൊണ്ട് ഈ ചോദ്യം ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 2026 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? 16ാമത് നിയമസഭ. അപ്പോൾ അതും കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്, അതായത് 2026 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? 16ാമത്തെ. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത്? ഓപ്ഷൻ ബി EOS 04. അതിന് 2026 ഇനിയിപ്പോൾ ഈ ചോദ്യം അത്ര ആവശ്യമില്ലായിരിക്കും. 5ാമത്തെ ചോദ്യം അന്നേരത്തെ കറണ്ട് അഫയേഴ്സ്. ഓക്കെ. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ? ഓപ്ഷൻ എ K. കസ്തൂരിരംഗൻ. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരാണ്? K. കസ്തൂരിരംഗൻ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? ഓപ്ഷൻ ഡി താലോലം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? താലോലം. 8ാമത്തെ ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ് കേട്ടോ. 2021 JC ഡാനിയൽ പുരസ്കാരം നേടിയത് ആരാണെന്നായിരുന്നു ചോദ്യം. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് 2024 അത് ശാരദയ്ക്കാണ്. അത് പ്രത്യേകം ഓർത്ത് വെച്ചോണം കേട്ടോ. 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് നടി ശാരദയ്ക്കാണ്. 2024 JC ഡാനിയൽ പുരസ്കാരം നേടിയിരിക്കുന്നത് നടി ശാരദയാണ് കേട്ടോ. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ തിരുവനന്തപുരം. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏത്? ഓപ്ഷൻ ബി നൂൽപ്പുഴ. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാണ്? നൂൽപ്പുഴ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്ന പ്രദേശം? ഓപ്ഷൻ ബി ഉത്തര മഹാസമതലം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തര മഹാസമതലം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഉപദ്വീപീയ നദികളിൽ പെടാത്ത നദി കണ്ടെത്തുക. ഓപ്ഷൻ സി ലൂണി. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക. ലൂണി. ലൂണി മരുഭൂമിയിൽ കൂടി ഒഴുകുന്ന നദിയാണ് കേട്ടോ. ഈ ലൂണി എന്ന് പറയുന്ന നദി മരുഭൂമിയിലൂടെയാണ് ഒഴുകുന്നത്. അപ്പോൾ നർമ്മദ, മഹാനദി, കാവേരി ഒക്കെ ഉപദ്വീപീയ നദികളാണ്. ഓക്കെ. നർമ്മദ, മഹാനദി, കാവേരി ഇതൊക്കെ ഉപദ്വീപീയ നദികളാണ്. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത്? ഓപ്ഷൻ ഡി പരുത്തി. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ്? പരുത്തി. PSC എപ്പോഴും ചോദിക്കാറുണ്ട്, പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം, പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണെന്ന്. കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ് അഥവാ റിഗർ. ഓക്കെ. ഇവിടെ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണെന്ന്. പരുത്തി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ എ മേഘാലയ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയ. അത് ഓർത്ത് വയ്ക്കാനായിട്ടൊരു സിമ്പിൾ ക്ലൂ പറഞ്ഞുതരാവേ. മഴ ഉണ്ടാകാൻ കാരണം എന്താണ്? മേഘങ്ങളാണ് അല്ലേ. മഴയ്ക്ക് കാരണം മേഘമായതുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം ഏത് സംസ്ഥാനത്താണ്? മേഘാലയയിൽ. അപ്പോൾ ഇനി അതാരും മറക്കരുത്. എന്താണ്? മഴ ഉണ്ടാകാൻ കാരണം മേഘങ്ങളാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം ഏത് സംസ്ഥാനത്താണ്? മേഘാലയയിൽ. ഓക്കെ. ലോക ഓസോൺ ദിനം എന്നാണ്? ഓപ്ഷൻ ഡി സെപ്റ്റംബർ 16. ലോക ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. ഈ ചോദ്യം ഉണ്ടല്ലോ, എനിക്ക് ഈ ഒക്ടോബർ 16 ഉണ്ടെങ്കിൽ ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ ഞാനത് ഓർത്ത് വെക്കാനായിട്ടൊരു ചെറിയ ക്ലൂ, എൻ്റെ ഒരു കുഞ്ഞു ക്ലൂ ആണ് കേട്ടോ. അതായത് ഈ ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണല്ലോ.
അപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഒരു സായിലല്ലേ തുടങ്ങുന്നത്. ഈ സെപ്റ്റംബർ സായിലാണല്ലോ, അത് വെച്ചിട്ട് ഞാൻ അങ്ങ് ഓർത്ത് വയ്ക്കും. എന്താണ്, ഓസോൺ ദിനം സെപ്റ്റംബർ 16 ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലായതുകൊണ്ട് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ സായ എടുത്ത് സെപ്റ്റംബറിലെ സായുമായിട്ട് അങ്ങ് കണക്ട് ചെയ്യുവേ. എന്നിട്ട് അങ്ങനെ അങ്ങ് ഓർത്ത് വയ്ക്കും. എനിക്ക് ഇപ്പോൾ ഈ ഓപ്ഷൻ കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്ത് ഈ ഒക്ടോബർ 16 വന്നു കഴിയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അന്നേരം ഞാൻ ഓർത്ത് വെക്കാൻ ചെറിയൊരു ക്ലൂ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ലോക ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ 16. ഓസോൺ പാളി എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. അത് വെച്ചിട്ടങ്ങ് സ്ട്രാറ്റോസ്ഫിയറിലെ സായും സെപ്റ്റംബറിലെ സായും വെച്ച് കണക്ട് ചെയ്ത് ഓർത്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലൂ ഒക്കെ അറിയാമെങ്കിൽ അത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം. ഓപ്ഷൻ എ മണികരൺ. ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ്? മണികരൺ. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം. ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയിലെ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ബീഹാറാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇന്ത്യയിലെ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ബീഹാർ. അപ്പോൾ ഒന്നുകൂടി പറയാം, ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്, ഇന്ത്യയിലെ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ബീഹാർ. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ഓപ്ഷൻ സി സോജില. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? സോജില. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏത്? ഓപ്ഷൻ എ ഖാരിഫ്. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാണ്? ഖാരിഫ്. ബ്രഹ്മപുത്ര നദിയിൽ സാദ്യ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏത്? ഓപ്ഷൻ ബി NW2. ബ്രഹ്മപുത്ര നദിയിൽ സാദ്യ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏതാണ്? NW2. കേരളത്തിലുള്ള ദേശീയ ജലപാത NW3 ആണ്. ദേശീയ ജലപാത 3. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. കേരളത്തിലെ ദേശീയ ജലപാത NW3 ആണ് കേട്ടോ. ദേശീയ ജലപാത 3. ഈ ദേശീയ ജലപാത 3 വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഈ NW3 അഥവാ ദേശീയ ജലപാത 3 വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന്, അത് കേരളത്തിലുള്ളതാണ്. അപ്പോൾ ഇവിടെ ബ്രഹ്മപുത്ര നദിയിൽ സാദ്യ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത NW2, അതായത് ദേശീയ ജലപാത 2. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന്? ഓപ്ഷൻ സി 1946 ഡിസംബർ 9. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്നാണ്? 1946 ഡിസംബർ 9. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി പ്രസ്താവന 1, 2, 3. അപ്പോൾ വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പം വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാഷ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17കാരി. ഓപ്ഷൻ ഡി മലാല യൂസഫ്സായി. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാഷ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17കാരി മലാല യൂസഫ്സായിയാണ്.
ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നത് പിംഗലി വെങ്കയ്യയാണ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നത് പിംഗലി വെങ്കയ്യയാണ്. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയത് ആരാണ്? പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നത് പിംഗലി വെങ്കയ്യയാണ്. ഈ പിംഗലി വെങ്കയ്യ ജനിച്ചത് ആന്ധ്രാപ്രദേശിലാണ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത്? ഓപ്ഷൻ സി 42. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 42. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതെന്ന് കണ്ടുപിടിക്കുക. ഈ ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഇല്ല. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാലാണ്. പേരാൽ. പിന്നെ അത് ബെനിയാൻ ട്രീ എന്നും അറിയപ്പെടും. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? പേരാൽ. പേരാൽ. അരയാലല്ല, പേരാല. അതിൻ്റെ വേറൊരു പേരാണ് ബെനിയാൻ ട്രീ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ ചുമയുണ്ട് ഇടയ്ക്കിടയ്ക്ക്. തണുപ്പല്ലേ, തണുപ്പ് എനിക്ക് ഇച്ചിരി അലർജിയുണ്ട്, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചുമ വരും. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ഓപ്ഷൻ ബി ആനന്ദമഠം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ആനന്ദമഠം. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം. അപ്പം ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ആനന്ദമഠം. ഇത് ഈ പ്രിലിംസിൻ്റെ 10th ലെവൽ എക്സാമിൻ്റെ ഒക്കെ ഒരു സ്ഥിരം ചോദ്യമാണ്. 27ാമത്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത്? ഓപ്ഷൻ ബി അയിത്ത നിർമ്മാർജ്ജനം. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏതാണ്? അയിത്ത നിർമ്മാർജ്ജനം. അയിത്ത നിർമ്മാർജ്ജനത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം 17 കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചോണേ. ആർട്ടിക്കിൾ 17. അയിത്ത നിർമ്മാർജ്ജനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ അഥവാ അനുച്ഛേദം 17. PSC എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി? ഓപ്ഷൻ എ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ആദ്യത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ വി രാമസുബ്രഹ്മണ്യനാണ്. വി രാമസുബ്രഹ്മണ്യൻ. ഓർത്തു വെച്ചോണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ വി രാമസുബ്രഹ്മണ്യൻ. വി രാമസുബ്രഹ്മണ്യൻ. ഇത് ഈയിടെ നടന്ന, എനിക്ക് തോന്നുന്നു 2026 നടന്ന മിക്ക ചോദ്യപേപ്പറിലും ഉള്ള ഒരു ചോദ്യമായിരുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണെന്ന്? വി രാമസുബ്രഹ്മണ്യൻ. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ സി 2005. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2005. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ്? ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ചട്ടമ്പി സ്വാമികൾ. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ സി അയ്യങ്കാളി. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം? ഓപ്ഷൻ എ തൃശ്ശൂർ. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം തൃശ്ശൂർ. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം? ഓപ്ഷൻ എ അരുവിപ്പുറം. സാമൂഹിക രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരുവിപ്പുറം. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല? ഓപ്ഷൻ സി മലബാർ. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല മലബാർ. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം? ഓപ്ഷൻ എ പയ്യന്നൂർ.
മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂർ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവ് ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവ് മന്നത്ത് പത്മനാഭൻ. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ഓപ്ഷൻ സി ചാന്നാർ ലഹള. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാന്നാർ ലഹള. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നേ. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ഓപ്ഷൻ ഡി രാമനമ്പി. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിൻ്റെ നേതാവ് രാമനമ്പി. അപ്പോൾ കുറിച്യ കലാപം ആരംഭിച്ചതെന്നാണ് 1812. കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആരായിരുന്നു? രാമനമ്പി. ഇങ്ങനെയെല്ലാം PSC എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം ഓപ്ഷൻ ഡി 941. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ സി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. അത് ഒന്ന് ഓർത്ത് വെച്ചോണം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ് കേട്ടോ. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഓപ്ഷൻ ബി കബനി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കബനി. കേരളത്തിൽ മൊത്തം 44 നദികളാണ് ഉള്ളത്. ഇതിൽ 41 പടിഞ്ഞാറോട്ടൊഴുകും, 3 കിഴക്കോട്ടൊഴുകും. കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. ഓർത്ത് വയ്ക്കുക, കേരളത്തിൽ മൊത്തം 44 നദികളുണ്ട്. അതിൽ 41 പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്, 3 കിഴക്കോട്ടൊഴുകുന്നുണ്ട്. അപ്പോൾ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ചിന്നാർ. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ചിന്നാറാണ്. ചിന്നാർ ഒരു വന്യജീവി സങ്കേതമാണ് കേട്ടോ. ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏത്? ഓപ്ഷൻ എ ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ഓപ്ഷൻ ബി അഞ്ജു ബോബി ജോർജ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം അഞ്ജു ബോബി ജോർജ് ആണ്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? കൊല്ലം. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഓപ്ഷൻ സി ഇരവികുളം. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഇരവികുളം നാഷണൽ പാർക്കാണ് കേട്ടോ. 1978 ഈ നാഷണൽ പാർക്ക് നിലവിൽ വന്നത്. ഇരവികുളം നാഷണൽ പാർക്ക് 1978 നിലവിൽ വന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഓപ്ഷൻ ബി ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. ഓർത്ത് വയ്ക്കാനുള്ള ക്ലൂവ് ശുദ്ധജലത്തിൻ്റെ ഷായും ശാസ്താംകോട്ടയുടെ ഷായും വെച്ചങ്ങ് ഓർത്താൽ മതിയേ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. മറക്കരുതേ, ശുദ്ധജലത്തിലെ ഷായും ശാസ്താംകോട്ടയുടെ ഷായും കൂടെ വെച്ചങ്ങ് ഓർത്താൽ മതി. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ ഡി 1956 നവംബർ 1. കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്നാണ് 1956 നവംബർ 1. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലകൻ. ഈ ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് വിശേഷിപ്പിച്ചത് വാലന്റൈൻ ചിറോളാണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചോണേ. ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് വിശേഷിപ്പിച്ചത് വാലന്റൈൻ ചിറോളാണ്. വാലന്റൈൻസ് ഡേ എന്നൊക്കെ ഓർത്താൽ മതി. അപ്പോൾ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് വിശേഷിപ്പിച്ചത് വാലന്റൈൻ ചിറോളാണ്. ഓക്കെ. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? ഓപ്ഷൻ എ അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൽ കേട്ടോ.
1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? അഹമ്മദാബാദ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ? ഓപ്ഷൻ സി റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ റാഷ് ബിഹാരി ബോസ് ആണ്. അത് സുഭാഷ് ചന്ദ്രബോസിനെ കാണുമ്പോൾ എപ്പോഴും അവിടെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും അത് ഓർത്ത് വെക്കുക. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ റാഷ് ബിഹാരി ബോസാണ്. എനിക്കെപ്പോഴും കൺഫ്യൂഷൻ വരും, കാരണം ഈ സുഭാഷ് ചന്ദ്രബോസിനെയും റാഷ് ബിഹാരി ബോസിനെയും കൂടെ കാണുമ്പോഴേ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? റാഷ് ബിഹാരി ബോസാണ്. ഇത് ഓർത്ത് വയ്ക്കാൻ എന്തെങ്കിലും ക്ലൂ അറിയാവുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ റാഷ് ബിഹാരി ബോസ്. റാഷ് ബിഹാരി ബോസ്. തേഭാഗ സമരം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ബംഗാൾ. തേഭാഗ സമരം നടന്നത് എവിടെയാണ്? ബംഗാളിൽ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം? ഓപ്ഷൻ ബി സംബാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം സംബാദ് കൗമുദി. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം? ഓപ്ഷൻ ബി 1929 ലാഹോർ സമ്മേളനം. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. ഇത് 10th ലെവൽ എക്സാമിൻ്റെ ഒരു സ്ഥിരം ചോദ്യമാണ്. അപ്പം 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ നെഹ്റു ആയിരുന്നേ. അപ്പോൾ കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. ഈ 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനും ഒപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി? ഓപ്ഷൻ ഡി VP മേനോനാണ് കേട്ടോ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി VP മേനോൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ? ഓപ്ഷൻ ഡി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇതും PSCയുടെ സ്ഥിരം ചോദ്യമാണ്. 10th ലെവൽ എക്സാമിൻ്റെ ഒരു മസ്റ്റായിട്ടുള്ളൊരു ചോദ്യമാണ്. എല്ലാ 10th ലെവലിലുള്ള മിക്കവാറും ഉള്ള ഏത് ചോദ്യപേപ്പർ എടുത്താലും അതിലെല്ലാം കാണാം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഏതാണെന്ന്. ആന്ധ്രാപ്രദേശ്. പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയതാര്? ഓപ്ഷൻ ബി ബങ്കിം ചന്ദ്ര ചാറ്റർജി. പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി? ഓപ്ഷൻ ബി കരള്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരള്. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്തു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി ടെറ്റനി. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്തു പേരിൽ അറിയപ്പെടുന്നു? ടെറ്റനി. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിന്? ഓപ്ഷൻ എ വിറ്റാമിൻ കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ ആണ്. കട്ടയുടെ കായും കെയും കൂടെ വെച്ചങ്ങ് ഓർത്താൽ മതി. കട്ടയുടെ കായും കെയും കൂടെ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം? ഓപ്ഷൻ ബി എംഫിസിമ. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം എംഫിസിമ. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി? ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി മൃതസഞ്ജീവനി. തെങ്ങിൻ്റെ സങ്കരയിനം അല്ലാത്തതേത്? ഓപ്ഷൻ സി അക്ഷയ. തെങ്ങിൻ്റെ സങ്കരയിനം അല്ലാത്തത് അക്ഷയയാണ്. തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളാണ് ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കര. ഓർത്തു വെച്ചോണം, തെങ്ങിൻ്റെ സങ്കര ഇനങ്ങൾ ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കര. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡാണ്. അതും PSCയുടെ 10th ലെവൽ എക്സാമിൻ്റെ ഒരു സ്ഥിരം ചോദ്യമാണ്.
കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ്. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കളാണ് ഓപ്ഷൻ ബി സസ്യങ്ങൾ. ഭക്ഷ്യശൃംഖലയിലെ സസ്യങ്ങളല്ല കേട്ടോ, സോറി, സസ്യഭുക്കാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് മാറിപ്പോയി, സോറി. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ സസ്യഭുക്കാണ് കേട്ടോ, സസ്യഭുക്ക്. ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് അറിയാതെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് അങ്ങ് അറിയാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് ചെയ്യുമ്പോൾ തെറ്റുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കളാണ് സസ്യഭുക്ക് കേട്ടോ, സസ്യങ്ങളല്ല. നമുക്ക് പെട്ടെന്ന് അങ്ങ് ഓവർ കോൺഫിഡൻസിലേ പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും സസ്യങ്ങൾ എന്നറിയാതെ അങ്ങ് കുത്തിപ്പോവും. അപ്പം ഓർത്ത് വെച്ചോണം, ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കളാണ് സസ്യഭുക്ക്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ ഡി മെയ് 22. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് മെയ് 22. ഭൗമദിനം ഏപ്രിൽ 22 ഭൗമദിനം ഏപ്രിൽ 22. മാർച്ച് 21 വനദിനമാണ്. സെപ്റ്റംബർ 16 നമ്മൾ മുമ്പേ പഠിച്ചതാണ്, ഓസോൺ ദിനം. ഓസോൺ ദിനം. നോക്കിക്കേ, എന്താണ്? ഏപ്രിൽ 22 ഭൗമദിനം, മാർച്ച് 21 വനദിനം, സെപ്റ്റംബർ 16 ഓസോൺ ദിനം, മെയ് 22 ജൈവ വൈവിധ്യ ദിനം. ഇതിനകത്ത് ഒരെണ്ണം കൂടെ ഉണ്ട് ഈ സെറ്റിനകത്ത്, അതായത് മാർച്ച് 22 ജലദിനമാണ്, ജലദിനം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, അതായത് ഞാൻ മാർച്ച് 22 പറയാൻ കാരണമുണ്ടല്ലോ, ഈ മാർച്ച് 22, ഏപ്രിൽ 22, മെയ് 22, അത് ഞാൻ മൂന്നെണ്ണം ഞാൻ ഒന്നിച്ച് ഓർത്ത് വയ്ക്കുന്നേ. കാരണം മാർച്ച് 22 ജലദിനം, ജലം കഴിഞ്ഞാൽ പിന്നെ ഏപ്രിൽ 22 ആണെങ്കിലോ ഭൗമദിനം, പിന്നെ മെയ് 22 ആകുമ്പോൾ അത് ജൈവ വൈവിധ്യ ദിനം. അത് മൂന്നും കണക്റ്റഡ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓർത്ത് വയ്ക്കുന്നത്. മാർച്ച് 22 ജലദിനം, ഏപ്രിൽ 22 ഭൗമദിനം, മെയ് 22 ജൈവ വൈവിധ്യ ദിനം. പിന്നെ ബാക്കി രണ്ടെണ്ണം എന്നാണ്? മാർച്ച് 21 വനദിനം, സെപ്റ്റംബർ 16 ഓസോൺ ദിനം. ഓക്കെ. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം? ഓപ്ഷൻ സി അപ്പിക്കോ പ്രസ്ഥാനം. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം അപ്പിക്കോ പ്രസ്ഥാനം. താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് ഏക ആറ്റോമികം? ഓപ്ഷൻ എ ഹീലിയം. താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് ഏക ആറ്റോമികം? ഹീലിയം. ഇരുമ്പിൻ്റെ അയിരുകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഇരുമ്പിൻ്റെ അയിരുകൾ ഏതെല്ലാമാണ്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. അയിരുകൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, മിക്കപ്പോഴും BC എല്ലാ പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാകുന്നത്? ഓപ്ഷൻ സി നൈട്രജൻ. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? നൈട്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകമേത്? ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. പാല് കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരെന്ത്? ഓപ്ഷൻ ബി പാസ്ചറൈസേഷൻ. പാല് കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരെന്താണ്? പാസ്ചറൈസേഷൻ. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിൻ്റെ അളവ്? ഓപ്ഷൻ ബി 30 ഡിഗ്രി. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നുവെങ്കിൽ പ്രതിപതന കോണിൻ്റെ അളവ് എന്താണ്? 30 ഡിഗ്രി. അതായത് പ്രകാശത്തിൻ്റെ പ്രതിപതന നിയമം അനുസരിച്ച് പതനകോണും പ്രതിപതന കോണും തുല്യമാണ്. പ്രകാശത്തിൻ്റെ പ്രതിപതന നിയമം അനുസരിച്ച് പതനകോണും പ്രതിപതന കോണും തുല്യമാണ്. അപ്പോൾ കോൺകേവ് ദർപ്പണത്തിൻ്റെ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നുവെങ്കിൽ പ്രതിപതന കോണിൻ്റെ അളവ് 30 ഡിഗ്രി. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം? ഓപ്ഷൻ സി യുറാനസ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം യുറാനസ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്? ഓപ്ഷൻ ഡി LPG. പാരമ്പര്യ ഊർജ്ജ സ്രോതസ് LPG ആണ്. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ്? ഓപ്ഷൻ ബി ഊഷ്മാവ്.
തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഊഷ്മാവ്. ദോലനത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ ഊഞ്ഞാലിൻ്റെ ചലനം. ദോലനത്തിന് ഉദാഹരണം ഊഞ്ഞാലിൻ്റെ ചലനം. ദോലനം എന്ന് വെച്ചാൽ ഒരു നിശ്ചിത ബിന്ദുവിനെ ആസ്പദമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതിനെയാണ് ദോലനം എന്ന് പറയുന്നത് കേട്ടോ. ഒരു നിശ്ചിത ബിന്ദുവിനെ ആസ്പദമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന ചലനമാണ് ദോലനം. ഊഞ്ഞാലല്ലേ, ഊഞ്ഞാൽ എങ്ങനെയാണ് ഒരു നിശ്ചിത ബിന്ദുവിനെ ആസ്പദമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമല്ലേ. അപ്പം ദോലനത്തിന് ഉദാഹരണം എന്താണ്? ഊഞ്ഞാലിൻ്റെ ചലനം. ഇനി 81 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ, 20 ചോദ്യങ്ങൾ മാത്സ് ആണ്. മാത്സ് പ്രീവിയസ് ഇയറിലെ റീസെൻ്റ്ലി നടക്കുന്ന എക്സാമിൻ്റെയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോസ് ചാനലിലുണ്ട്. എല്ലാവരും അത് പോയി കണ്ട് പഠിക്കുക. പിന്നെ 10th പ്രിലിംസിന് വേണ്ടിയിട്ട് PSC ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ഒരു ക്ലാസ് ആക്കി ഞാൻ ഒരെണ്ണം ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ കേട്ടോ. മിക്കവാറും എക്സാമിൻ അടുത്ത ആഴ്ചയല്ലേ, അപ്പോൾ അടുത്ത ആഴ്ച ഏതെങ്കിലും ഒരു ദിവസം അങ്ങനെ ഒരു ക്ലാസ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയറിലെ മാത്സ് എല്ലാം കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തി ഒരു ക്ലാസ് ചെയ്യാമെന്ന് നോക്കാം എനിക്ക് സമയമുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഇവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെലഗ്രാം ചാനലിൽ ഇമ്പോർട്ടൻ്റ് നോട്ട്സ്, പിന്നെ റീസെൻ്റ്ലി നടക്കുന്ന എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീം, ഫൈനൽ ആൻസർ കീം മാർക്ക് ചെയ്ത PDF-കളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അതിലെ ക്വസ്റ്റ്യൻസോ ആൻസേഴ്സോ ഒക്കെ പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.